നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ സാധാരണ ജനങ്ങളെയും റേഷൻ കാർഡ് ഉടമകളെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെയും ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കളെയും ഒരേപോലെ ബാധിക്കുന്ന നിരവധി പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റുകളിൽ ചിലത് ഉടൻ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ളതാണ്, ചിലത് സർക്കാർ പരിഗണിക്കുന്ന നിർദ്ദേശങ്ങളാണ്. മറ്റു ചിലത് ഓണത്തോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നേരിട്ട് ഗുണം ചെയ്യാൻ പോകുന്ന തീരുമാനങ്ങളുമാണ്. അതിനാൽ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക. കാരണം ഒരു ചെറിയ വിവരക്കുറവ് പോലും നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടമാകാൻ ഇടയാകും. ആദ്യം സ്ത്രീകൾക്കായ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്ന ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചെങ്കിലും ചിലയിടങ്ങളിൽ ദുരുപയോഗം നടത്തുന്നുവെന്ന പരാതികളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അർഹതയില്ലാത്തവർ യാത്ര ചെയ്യുന്നതും മറ്റൊരാളുടെ പേരിൽ ആനുകൂല്യം ഉപയോഗിക്കുന്നതും ടിക്കറ്റ് സംബന്ധിച്ച ക്രമക്കേടുകളും പരിശോധിക്കപ്പെട്ടു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പ്രത്യേക പ്രിയദർശിനി ട്രാവൽ കാർഡ് നടപ്പാക്കുന്ന കാര്യം സർക്കാർ ഗൗരവകരമായി ആലോചിക്കുന്നത്. ഇത് നടപ്പിലായാൽ ഓരോ അർഹരായ വനിതയ്ക്കും പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ലഭിക്കും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും സൗജന്യ യാത്ര ഉറപ്പാക്കുക. ഇതിലൂടെ ആനുകൂല്യം യഥാർത്ഥ ഗുണഭോക്താവിന് മാത്രമേ ലഭിക്കൂ എന്നതാണ് ലക്ഷ്യം. അതേസമയം സംസ്ഥാനത്തുടനീളം ലക്ഷക്കണക്കിന് കാർഡുകൾ തയ്യാറാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഇത് വലിയ ലോജിസ്റ്റിക് വെല്ലുവിളികളായിരിക്കുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു. അതിനാൽ തീരുമാനം അന്തിമമായിട്ടില്ല. എന്നാൽ ഇത്തരമൊരു സംവിധാനം വന്നാൽ യാത്രാരേഖകൾ കൂടുതൽ സുതാര്യമാകുമെന്നും വരും കാലത്ത് ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു. ഇനി അടുത്ത പ്രധാന അപ്ഡേറ്റിലേക്ക് പോവാം. സംസ്ഥാന സെൻസസ് നടപടികൾ. കേരളത്തിലെ സെൻസസ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കുടുംബങ്ങളുടെ എണ്ണം, വീടുകളുടെ വിവരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, കെട്ടിടങ്ങളുടെ സ്വഭാവം തുടങ്ങിയ പ്രാഥമിക വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഇത് സാധാരണ ജനസംഖ്യ കണക്കെടുപ്പല്ല, അടുത്ത ഘട്ടത്തിനുള്ള അടിസ്ഥാന വിവരശേഖരണമാണ്. അടുത്ത വർഷം കൂടുതൽ വിശദമായ ജനസംഖ്യാ സർവേ നടത്തുമെന്നാണ് നിലവിലെ പദ്ധതി. അപ്പോൾ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ വിവരങ്ങൾ എന്നിവ ശേഖരിക്കപ്പെടും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് വളരെ പ്രധാനമാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യുന്നത് ഭാവിയിലെ സർക്കാർ പദ്ധതികളുടെ ആസൂത്രണത്തെ ബാധിച്ചേക്കാം. അതിനാൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായി നൽകുകയും ആവശ്യമായ രേഖകൾ തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും ഗുണകരമായിരിക്കും. ഇനി നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളെ കുറിച്ച് നോക്കാം. LPG, PNG ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നഗരപ്രദേശങ്ങളിൽ പൈപ്പ് ഗ്യാസ് വഴി വിതരണം ചെയ്യുന്ന PNG കണക്ഷനുകൾ വ്യാപകമാകുകയാണ്. PNG കണക്ഷൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുടുംബാംഗങ്ങൾ അനാവശ്യമായി LPG സിലിണ്ടർ കണക്ഷൻ നിലനിർത്തേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത്. ഇതോടൊപ്പം ഗ്യാസ് കമ്പനികൾ EKYC നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. പല ഗുണഭോക്താക്കൾക്കും ആധാർ പരിശോധനയും ബയോമെട്രിക് സ്ഥിരീകരണവും പൂർത്തിയാക്കണമെന്ന അറിയിപ്പുകൾ ലഭിച്ചേക്കാം. ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാത്തവർക്ക് ഭാവിയിൽ ബുക്കിംഗ്, സബ്സിഡി സേവനങ്ങൾ എന്നിവ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചാൽ വൈകിക്കാതെ നടപടികൾ പൂർത്തിയാക്കുക. ഇനി അടുത്ത വാർത്ത. സാധാരണ സ്റ്റീൽ സിലിണ്ടറുകൾക്ക് പകരമായി ഭാരം കുറഞ്ഞ കമ്പോസിറ്റ് സിലിണ്ടറുകളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇവ ഉയർത്താനും മാറ്റിവെക്കാനും കൂടുതൽ എളുപ്പമാണ്. പുറംഭാഗം തുരുമ്പ് പിടിക്കാത്തതും സിലിണ്ടറിനുള്ളിലെ ഗ്യാസിന്റെ അളവ് പുറത്തുനിന്ന് തന്നെ ഏകദേശമായി മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. പ്രായമായവർക്കും സ്ത്രീകൾക്കും ഇത്തരം സിലിണ്ടറുകൾ കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നവർക്കും ഒരു പ്രധാന അറിയിപ്പുണ്ട്. മുൻപ് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടായിരുന്നെങ്കിലും പുതിയ സംവിധാന പ്രകാരം അർഹതയുള്ള നിരവധി കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞ ഇടവേളയ്ക്കു ശേഷം വീണ്ടും ബുക്കിംഗ് നടത്താൻ സാധിക്കുന്ന രീതിയിലേക്കാണ് മാറ്റം വരുന്നത്. എന്നാൽ ഇത് എല്ലാ ഉപഭോക്താക്കൾക്കും ഒരേ രീതിയിൽ ബാധകമാകണമെന്നില്ല. ഏത് എണ്ണ കമ്പനിയാണെന്നതിനും നിലവിലുള്ള നിബന്ധനകളും അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം.
പലരും ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് സിലിണ്ടറിന്റെ ടെസ്റ്റിംഗ് കാലാവധി. സിലിണ്ടറിന്റെ മുകളിൽ ഭാഗത്ത് ABCD എന്ന അക്ഷരങ്ങളും അതിനോടൊപ്പം ഒരു വർഷ സംഖ്യയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ കോഡ് സിലിണ്ടർ അടുത്ത പരിശോധനയ്ക്ക് വിധേയമാകേണ്ട കാലാവധിയാണ് സൂചിപ്പിക്കുന്നത്. കാലാവധി കഴിഞ്ഞ സിലിണ്ടർ ലഭിച്ചതായി സംശയം തോന്നിയാൽ ഉടൻ തന്നെ ഗ്യാസ് ഏജൻസിയെ വിവരം അറിയിക്കുക. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഓരോ നിശ്ചിത കാലയളവിലും ഗ്യാസ് കമ്പനികളുടെ അംഗീകൃത ടെക്നീഷ്യന്മാർ വീടുകളിലെത്തി സിലിണ്ടർ, റെഗുലേറ്റർ, ഹോസ് എന്നിവ പരിശോധിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. ഈ പരിശോധനകൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ളതാണ്. പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും നൽകും. അപരിചിതരായ ആളുകളെ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവർ അംഗീകൃത ജീവനക്കാരാണെന്ന് ഉറപ്പാക്കുകയും ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് പരിശോധിക്കുകയും ചെയ്യുക. ഇനി ഓണം എത്തുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകൾക്കും ആശ്വാസം നൽകുന്ന നിരവധി നടപടികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ പ്രതിമാസ റേഷൻ വിതരണത്തിന് പുറമെ ഓണവുമായി ബന്ധപ്പെട്ട പ്രത്യേക വിതരണങ്ങളും സബ്സിഡി പദ്ധതികളും ഈ വർഷം നടപ്പിലാക്കാനാണ് തീരുമാനം. ആദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വിഷയമായ റേഷൻ വിതരണത്തെക്കുറിച്ച് നോക്കാം. സാധാരണയായി ഓരോ മാസത്തിന്റെയും വിഹിതം അതത് മാസങ്ങളിൽ മാത്രമാണ് ലഭിക്കുക. എന്നാൽ ഓണക്കാലത്ത് ജനങ്ങൾക്ക് തിരക്കൊഴിവാക്കാനും സമയബന്ധിതമായി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാനും വേണ്ടിയാണ് വിതരണക്രമത്തിൽ ചില പ്രത്യേക ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സെപ്റ്റംബർ മാസത്തേക്കുള്ള റേഷൻ വിഹിതവും വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യം ഒരുക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇത് പ്രാബല്യത്തിൽ വന്നാൽ പല കുടുംബങ്ങൾക്കും 2 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ മുൻകൂട്ടി കൈവശം വയ്ക്കാൻ സാധിക്കും. ഓണക്കാലത്ത് കടകളിലെ തിരക്ക് കുറയ്ക്കാനും ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യം നൽകാനുമാണ് ഈ ക്രമീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാളുകളായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി അർഹരായ നിരവധി കുടുംബാംഗങ്ങൾക്ക് പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വർഷങ്ങളായി അപേക്ഷ നൽകിയിട്ടും കാർഡ് ലഭിക്കാത്തവരുടെ അപേക്ഷകൾ വിവിധ ഘട്ടങ്ങളിലായി പരിശോധിച്ചു വരികയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും നിലവിലെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരുമായ കുടുംബങ്ങൾക്കാണ് മുൻഗണന നൽകുക. അപേക്ഷ നൽകി എല്ലാവർക്കും ഒരേ സമയം കാർഡ് ലഭിക്കില്ല. അപേക്ഷയിലെ വിവരങ്ങൾ, വരുമാന രേഖകൾ, കുടുംബത്തിന്റെ നിലവിലെ അവസ്ഥ, ഫീൽഡ് പരിശോധന എന്നിവ പൂർത്തിയായ ശേഷമായിരിക്കും തീരുമാനം. ഇനി ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന പദ്ധതിയാണ് സൗജന്യ ഓണക്കിറ്റ്. ഈ വർഷവും പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാനമായും അന്ത്യോദയ, അന്യോജന വിഭാഗത്തിൽ ഉൾപ്പെട്ട മന്ന റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ നിർദ്ദേശിച്ച പ്രത്യേക ക്ഷേമ സ്ഥാപനങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് നിലവിലെ വിവരം. ഓണക്കിറ്റിൽ പതിവ് പോലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താനാണ് സാധ്യത. വിതരണ തീയതി, ഓരോ ജില്ലയിലെയും ഷെഡ്യൂൾ, റേഷൻ കടയുടെ സമയക്രമം എന്നിവ പിന്നീട് പ്രത്യേകം അറിയിക്കും. അതിനാൽ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും. ഇനി സൗജന്യ ഓണക്കിറ്റ് ലഭിക്കാത്തവരെയും പരിഗണിച്ച് സപ്ലൈകോ പ്രത്യേക സബ്സിഡി കിറ്റുകൾ ഒരുക്കുന്നുണ്ട്. ഇത്തവണ വിവിധ വില നിലവാരങ്ങളിൽ ഒന്നിലധികം കിറ്റുകൾ ലഭിക്കാനാണ് പദ്ധതി. കുടുംബത്തിന്റെ ആവശ്യത്തിനും സാമ്പത്തിക സാഹചര്യത്തിനും അനുസരിച്ച് അനുയോജ്യമായ കിറ്റ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവ തയ്യാറാക്കുന്നത്. വിപണിയിൽ ഉയർന്ന വിലയിലുള്ള പല സാധനങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പയർവർഗ്ഗങ്ങൾ, പഞ്ചസാര, മുളകുപൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കിറ്റുകളായിരിക്കും ലഭിക്കാൻ സാധ്യത. ഓണക്കാലത്ത് വിപണി വില ഉയരുന്ന സാഹചര്യത്തിൽ സാധാരണ കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും. ഇനി അരി വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ ലഭിക്കുന്ന പ്രതിമാസ വിഹിതത്തിന് പുറമെ നിശ്ചിത നിരക്കിൽ അധിക അരി വാങ്ങാനുള്ള പ്രത്യേക അവസരവും ഒരുക്കിയിട്ടുണ്ട്. വലിയ കുടുംബങ്ങൾക്കും ഓണക്കാലത്ത് ബന്ധുക്കൾക്കും അതിഥികൾക്കും എത്തുന്ന വീടുകൾക്കും ഈ സംവിധാനം പ്രയോജനപ്പെടും. എന്നാൽ അധിക അരിയുടെ ലഭ്യത ഓരോ റേഷൻ കടയിലെയും സ്റ്റോക്കിനെ ആശ്രയിച്ചായിരിക്കും. അതിനാൽ നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നേരത്തെ അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇനി പലരും ചെയ്യുന്ന വലിയ തെറ്റുണ്ട്. സർക്കാർ അറിയിപ്പ് വന്നാൽ എല്ലാവർക്കും പ്രത്യേകമായി ഫോൺ വിളിച്ച് അറിയിക്കുമെന്ന് കരുതരുത്. ചില സന്ദർഭങ്ങളിൽ SMS സന്ദേശങ്ങളിലൂടെയും ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെയും ഔദ്യോഗിക അറിയിപ്പുകളിലൂടെയും റേഷൻ കടകളിലെ നോട്ടീസുകളിലൂടെയുമാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ സജീവമാണോ എന്ന് ഉറപ്പാക്കുക. മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസിൽ ആവശ്യമായ തിരുത്തൽ നടപടികൾ പൂർത്തിയാക്കാനും നല്ലതാണ്.
അതുപോലെ തന്നെ ഇനി അടുത്ത കാര്യം, ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം. വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത വനിതാ പെൻഷൻ തുടങ്ങി വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ മാസവും സർക്കാർ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക ലഭിക്കുന്നവർക്കും സഹകരണ ബാങ്കുകൾ വഴിയോ മറ്റ് അംഗീകൃത ഏജൻസികൾ വഴിയോ പെൻഷൻ കൈപ്പറ്റുന്നവർക്കും വിതരണം പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യമുണ്ട്. ഓണത്തിന് മുൻപ് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ള കാര്യം. ഇതുവരെ അന്തിമ സർക്കാർ ഉത്തരവ് പുറത്തു വന്നിട്ടില്ലെങ്കിലും ഓണക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനുള്ള വിവിധ സാധ്യതകൾ സർക്കാർ തലത്തിൽ വിലയിരുത്തപ്പെടുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതിനാലാണ് പലരും 4000 രൂപയെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഉത്തരവാണ് അന്തിമമായി കണക്കാക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ വാട്സപ്പിലോ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ മാത്രം വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. പെൻഷൻ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ സാമൂഹ്യനീതി വകുപ്പ്, ധനവകുപ്പ് അല്ലെങ്കിൽ അംഗീകൃത മാധ്യമങ്ങളിലൂടെയായിരിക്കും പ്രസിദ്ധീകരിക്കുക. പല ഗുണഭോക്താക്കളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ബാങ്ക് വിവരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അക്കൗണ്ട് നമ്പർ മാറിയിട്ടും അപ്ഡേറ്റ് ചെയ്യാത്തത്, ആധാർ ബന്ധിപ്പിക്കാത്തത്, ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമാകുന്നത്, KYC പൂർത്തിയാക്കാത്തത് തുടങ്ങിയ കാരണങ്ങളാൽ പലപ്പോഴും തുക വൈകാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് ഉറപ്പാക്കുക. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗുരുതര രോഗബാധിത കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന മറ്റൊരു പ്രധാന തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട്. ക്യാൻസർ, വൃക്കരോഗം, ക്ഷയരോഗം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ ചികിത്സയിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ധനസഹായം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സാ ചെലവ് വർഷം തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സഹായം നിരവധി കുടുംബങ്ങൾക്ക് വലിയ പിന്തുണയാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഈ സഹായം ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, വരുമാന രേഖ, ചികിത്സാ രേഖകൾ എന്നിവ കൃത്യമായി സമർപ്പിച്ചിരിക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യം, LPG സബ്സിഡിയെ കുറിച്ചും നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ സംവിധാന പ്രകാരം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ അർഹരായ ഗുണഭോക്താക്കൾക്കാണ് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം സബ്സിഡി നൽകുന്നത്. അർഹതയുള്ളവർക്ക് സർക്കാർ നിശ്ചയിച്ച പരിധിക്കുള്ളിൽ സബ്സിഡി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. എന്നാൽ എല്ലാ ഗ്യാസ് ഉപഭോക്താക്കൾക്കും ഒരുപോലെ സബ്സിഡി ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ ആദ്യമായി ഗ്യാസ് കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഉജ്ജ്വല യോജനയുടെ അർഹത മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരും ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കി അപേക്ഷ സമർപ്പിക്കാം. സാധാരണയായി വിവിധ തിരിച്ചറിയൽ രേഖകൾ, വിലാസരേഖ, ആധാർ, ബാങ്ക് വിവരങ്ങൾ, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ ആവശ്യമായി വരാം. എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിലവിലെ മാനദണ്ഡങ്ങൾ ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിലോ ഔദ്യോഗിക സംവിധാനത്തിലോ നിന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.